ഹായ് ഗായ്സ്, വെൽക്കം ടു വീന്യൂസ് കുക്കിംഗ്. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാടൻ കറിയാണ്. എന്റെ ഫ്രണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മള് ചുരക്ക എന്നാ പറയുക, ഞങ്ങളുടെ നാട്ടിലത് ചിരങ്ങാന്നാണ്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കി നമുക്ക് കണ്ടു നോക്കിയാലോ. ചുരക്ക കുറച്ച് വെള്ളത്തിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് വേവട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. തക്കാളിയുടെ തൊലി പൊളിച്ചിട്ട് ചേർക്കണം. ഞാനിവിടെ ഫ്രീസറിലാണ് തക്കാളി വെക്കാറ്, അതുകൊണ്ട് പെട്ടെന്ന് തൊലി എടുക്കാൻ പറ്റും. ഫ്രീസറിൽ വെച്ചത് കൊണ്ട് നല്ല ഹലുവ മുറിക്കുന്ന പോലെ മുറിക്കാൻ പറ്റും. തക്കാളിക്ക് വില കുറഞ്ഞ് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ്, വാങ്ങിയിട്ട് ഫ്രീസറിൽ വെക്കും. അല്ല താഴെ വെച്ചാൽ പെട്ടെന്ന് കേടാവുകയും ചെയ്യും. ഇതാകുമ്പോൾ നമുക്ക് തൊലി കളഞ്ഞെടുക്കുകയും ചെയ്യാം. തക്കാളി ചുരക്കയിലേക്ക് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് നമുക്ക് ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം കുറച്ച് പെരിഞ്ജീരകം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്ത് കൊണ്ടുവരാം. കരിവേപ്പിലും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ കളറൊന്നും മാറുന്ന വരെ വഴറ്റി കൊണ്ടുവരാം. തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 2 സ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കണം, നല്ല കരിഞ്ഞു പോകും. തേങ്ങ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞിട്ട് ഇത് അരച്ചെടുക്കാം. തേങ്ങ നന്നായി അരച്ചോണ്ട് പോയിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിലോട്ട് മാറ്റാം. ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് ഉള്ളി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഉള്ളി മൂത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതിന് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ചിരങ്ങ അല്ലെങ്കിൽ ചുരക്ക കറി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.